നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്, ഞാനകന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി. എന്നെന്നും നീ എന്നെ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയാണ്, യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ട് മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം, പിതാവാം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് പുത്രനാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വാസ്തവമായി പിതാവാം ദൈവത്തെ തിരിച്ചറിയുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. കുഷ്ഠരോഗിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമയത്താണ് യേശു വന്നത്. യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. പാപിനികളായ സ്ത്രീകളെ കല്ലെറിയുമ്പോൾ കൊല്ലുന്ന കാലത്ത് യേശു വന്നപ്പോൾ അവരുടെ പാപം ക്ഷമിച്ച്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ അവരെ അയക്കുന്ന കർത്താവാണ്. കുറ്റവിമുക്തരാക്കി തീർക്കുന്ന കർത്താവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു പിതാവിൻ്റെ പ്രതിരൂപമാണ്. പിതാവാം ദൈവം എന്താഗ്രഹിച്ചോ ആ ഇഷ്ടമാണ് യേശു ഭൂമിയിൽ നിവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഞാനും നിങ്ങളും യേശു ക്രിസ്തു എന്ത് ദൗത്യത്തോടു കൂടെയാണോ ഈ ഭൂമിയിൽ വന്നത് അതിനുവേണ്ടി നിലകൊള്ളേണ്ടവരാണ്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ തകർന്നവരെ കണ്ടപ്പോൾ അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്. രോഗിയെ കണ്ടപ്പോൾ നീ രോഗിയാണ്, നീ കുഴപ്പക്കാരനാണെന്ന് പറയല്ല ചെയ്തത്. യേശു അവരുടെ അടുത്ത് ചെന്ന് അവരെ സൗഖ്യമാക്കുന്നു. ഇന്നും യേശു ക്രിസ്തു നമ്മെ അയക്കുമ്പോൾ യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത്? യേശു പറയുകയാണ്, പിതാവ് എന്നെ എങ്ങനെ അയച്ചോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവാം ദൈവം യേശുവിനെ അയച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ, അതേ ദൗത്യത്തോടെ. നീ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരിക്കലും മറന്നു പോകരുത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ തേജസ്സും ബഹുമാനത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ഭൂമിയിൽ വാഴാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ എവിടെയാണ് വാഴ്ച നഷ്ടപ്പെട്ടത്? പാപം ചെയ്തപ്പോഴാണ്. ദൈവ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോഴാണ്. എന്നാൽ യേശു ക്രിസ്തു വന്നത് നമ്മെ ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല,
ദൈവ തേജസ്സുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദിനംതോറും ഗൈഡ് ചെയ്യത്തക്കോണം പരിശുദ്ധാത്മാവിനെ പിതാവാം ദൈവത്തോട് ചോദിച്ച് യേശു നമുക്കായി നൽകുന്നത്. അപ്പം കർത്താവിൻ്റെ ആഗ്രഹം എന്താ? ഞാനും നിങ്ങളും തകർന്നു പോകണമെന്നല്ല. മുഴുവൻ ലോകത്തിന് രക്ഷയുടെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവവചനം പറയാം, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരാളും നഷ്ടപ്പെട്ടു പോകരുതെന്ന് പിതാവാം ദൈവം ആഗ്രഹിച്ച ആ പുത്രനെ അയക്കുന്നു. പക്ഷെ പുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ രോഗികളെ കണ്ടപ്പോൾ മനസ്സരിഞ്ഞവരെ തൊട്ട് സൗഖ്യമാക്കി. ഇതെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മതം യേശുവിന് വിഷയമല്ല, നിങ്ങളുടെ വിശ്വാസങ്ങൾ കർത്താവിന് പ്രശ്നമല്ല. ഇന്ന് പകൽ നിങ്ങൾക്ക് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. യേശു വന്നത് നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. യേശു വന്നത് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു, ശതാധിപൻ്റെ ഭൃത്യന് സൗഖ്യം കൊടുക്കുന്നു, പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് ഇവൻ ചെറിയൊരു പനിയായിട്ട് പോലും അതിനെ സൗഖ്യമാക്കുകയാണ്. സന്ധ്യാസമയത്ത് യേശു രോഗികളെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുത്ത് വന്നവർക്ക് സൗഖ്യം കൊടുക്കുന്നു. അതിഭയങ്കരമായ കൊടുങ്കാറ്റും തിരമാലകളെയും യേശു ശാസിച്ച് അതിൽ നിന്ന് ജനത്തെ ശിഷ്യന്മാരെ വിടുവിക്കുന്നു. ഭൂതഗ്രസ്തനായവനെയും കളയുന്നില്ല, അവനെയും സൗഖ്യമാക്കുകയാണ്. പക്ഷപാതക്കാരനും സൗഖ്യം കൊടുക്കുകയാണ്. യായിറോസിൻ്റെ മകൾ മരിച്ചപ്പോൾ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചാണ് യേശു. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എത്ര വലുതാണോ അതിലും വലിയൊരു യേശുവിനെ കുറിച്ചാണ് ഇന്ന് പകൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലി യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും. യെസ്, ആ കർത്താവിന് മനസ്സുണ്ട് ഇന്ന് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെയും എന്നെയും വിടുവിക്കാൻ. പക്ഷെ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശു കുഷ്ഠരോഗിയെ കാണുമ്പോഴും അതാണ് പറയുന്നത്. അവിടെ 12-ാം വാക്യം പറയാണ്, അവൻ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവരോട് പറഞ്ഞു. സമൂഹം മുഴുവൻ ഇവനെ കുഷ്ഠരോഗിയെ മാറ്റി നിർത്തുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ, ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറന്നു പോരുത്. ലോകം മുഴുവൻ നിങ്ങളെ നിന്ദിച്ച്, യവനക്കാരും വീട്ടുകാരും നിങ്ങളെ നിന്ദിച്ച് പഴിചാരി മാറ്റി നിർത്തിയാലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും യേശു കൂടെയുണ്ട്. യേശുവിനെ കുറിച്ച് പറയാം, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശു നമ്മോട് കൂടെ ഇമ്മാനുവേലാണ്. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ ഇന്ന് യേശുവിൻ്റെ കൃപാസന മുൻപാകെ നമുക്ക് കടന്നു വരാം. ധൈര്യത്തോടെ സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി വിശ്വാസത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. യേശു ഇതാ പറയുന്നത്, കുഷ്ഠം നിറഞ്ഞ മനുഷ്യനെ കണ്ടപ്പോൾ യേശു കവിണ് വീണു. കർത്താവെ, യേശുവിനെ കണ്ടിട്ടും കവിണ് വീണിട്ട് പറയാം, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? യേശു കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാമെന്ന് പറഞ്ഞു. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് മനസ്സാണ് നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളെ വിടുവിക്കാൻ. അതിന് വേണ്ട വിലയല്ലേ യേശു ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് വിടുവിക്കാൻ, ആ രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ. രോഗം വലുതെന്നും പറഞ്ഞ് അതിനെ കൂടുതൽ ഇത് കൊടുക്കാതെ, യേശു വലിയവനാണ്, യേശുവിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ പൂർണ്ണമായി യേശു വിടുവിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ മഹത്വം ഈ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അനേകം ഇന്ന് രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിന് അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ. കർത്താവിനോട് മനസ്സരിഞ്ഞ് ഇവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്.